മിഡിൽ ഈസ്റ്റിലും കിഴക്കൻ യൂറോപ്പിലും യുദ്ധാഗ്നി ആളിക്കത്തുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിലേക്ക് നീങ്ങുകയാണ്. ലോകം മറ്റൊരു വൻശക്തി പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചേക്കാവുന്ന തരത്തിൽ തായ്വാൻ കടലിടുക്കിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം ചൂടുപിടിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള നിരന്തരമായ അധിനിവേശ ഭീഷണികളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട് തായ്വാൻ തങ്ങളുടെ സൈനിക ശേഷി പരമാവധി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് പുതുതായി വാങ്ങിയ അത്യാധുനിക M1A2 അംബ്രാസ് യുദ്ധ ടാങ്കുകൾ വിന്യസിച്ച് തായ്വാൻ തങ്ങളുടെ ആദ്യത്തെ യുദ്ധസന്നദ്ധ അഭ്യാസം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ചൈനീസ് സൈന്യം പെട്ടെന്നൊരു കടന്നാക്രമണം നടത്തിയാൽ അതിനെ എങ്ങനെ അതിവേഗം പ്രതിരോധിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രത്യേക സൈനിക അഭ്യാസം തായ്വാൻ രൂപകൽപ്പന ചെയ്തത്. അതിർത്തി കടന്നുള്ള ശത്രുവിന്റെ വ്യോമനാവിക അധിനിവേശ ശ്രമങ്ങളെ കരസേനയുടെ വമ്പൻ പ്രഹരശേഷി ഉപയോഗിച്ച് എങ്ങനെ തടയാമെന്ന് തായ്വാൻ സൈന്യം ഈ പ്രകടനത്തിലൂടെ തെളിയിച്ചു. അമേരിക്കയുടെ ഏറ്റവും വിനാശകാരിയായ ഈ യുദ്ധ ടാങ്കുകൾ തായ്വാന്റെ മണ്ണിൽ യുദ്ധമുറകൾ അഭ്യസിക്കുന്നത് ഇതാദ്യമായാണ്. ചൈനയുടെ ഏത് അടിയന്തര നീക്കത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് തായ്പേയ് ഇതിലൂടെ ബീജിംഗിന് നൽകിയിരിക്കുന്നത്. തായ്വാന് അമേരിക്ക അത്യാധുനിക ആയുധങ്ങൾ വിൽക്കുന്നതിനെതിരെ ചൈന ദീർഘകാലമായി കടുത്ത മുന്നറിയിപ്പുകൾ നൽകി വരികയാണ്. തായ്വാൻ തങ്ങളുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ആവശ്യമെങ്കിൽ സൈനിക ശക്തി ഉപയോഗിച്ചാണെങ്കിലും അതിനെ ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്തോട് കൂട്ടിച്ചേർക്കുമെന്നുമാണ് ബീജിംഗ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആ സാഹചര്യത്തിൽ തായ്വാന് അമേരിക്കൻ ആയുധങ്ങൾ നൽകുന്നത് ചൈനയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അവർ കാണുന്നത്. എന്നാൽ ചൈനയുടെ ഇത്തരം ഭീഷണികളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് അമേരിക്ക തങ്ങളുടെ ഏറ്റവും മികച്ച ആയുധങ്ങൾ തായ്വാന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തിന്റെ പ്രതീകമായ അംബ്രാസ് ടാങ്കുകൾ തായ്വാന്റെ പ്രതിരോധ നിരയിൽ എത്തിയത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. കനത്ത കവച സുരക്ഷയും ഉയർന്ന ലക്ഷ്യവേദിയുമായ പീരങ്കികളുള്ള ഈ ടാങ്കുകൾക്ക് ചൈനീസ് കരസേനയുടെ കടൽ മാർഗമുള്ള അധിനിവേശ ശ്രമങ്ങളെ തീരപ്രദേശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുണ്ട്. ചൈനീസ് സൈന്യം തായ്വാൻ ദ്വീപിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ അവർ നേരിടേണ്ടി വരിക വലിയ നാശനഷ്ടങ്ങളായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുകയാണ് തായ്വാന്റെ ലക്ഷ്യം. ഈ സൈനിക അഭ്യാസം കേവലം ഒരു പരിശീലനം മാത്രമല്ല, മറിച്ചൊരു യഥാർത്ഥ യുദ്ധ സാഹചര്യത്തെ നേരിടുവാനുള്ള തായ്വാന്റെ മാനസികവും തന്ത്രപരവുമായ ഒരുക്കമാണ്. യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യം ചൈന തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ചേക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര നിരീക്ഷകർക്കുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ശ്രദ്ധയും സൈനിക വിഭവങ്ങളും മറ്റു രണ്ട് യുദ്ധങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ചൈന തായ്വാനെതിരെ കടുത്ത നീക്കം നടത്താൻ സാധ്യതയുണ്ടെന്ന് പലരും വിലയിരുത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തായ്വാൻ ഒട്ടും സമയം കളയാതെ തങ്ങളുടെ പുതിയ ആയുധശേഖരം പുറത്തെടുത്ത യുദ്ധസന്നദ്ധത പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തങ്ങൾ ആത്മരക്ഷയ്ക്ക് പൂർണ്ണ സജ്ജരാണെന്ന് അവർ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു. ഈ പുതിയ സൈനിക അഭ്യാസം ചൈന, തായ്വാൻ, അമേരിക്ക എന്നീ മൂന്ന് വൻ ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കാനാണ് സാധ്യത. അമേരിക്കൻ ആയുധങ്ങളുടെ ഈ പരസ്യമായ പ്രദർശനം തങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമായാണ് ചൈന കണക്കാക്കുന്നത്. ഇതിനു മറുപടിയായി വരും ദിവസങ്ങളിൽ തായ്വാൻ അതിർത്തിക്ക് ചുറ്റും ചൈന തങ്ങളുടെ യുദ്ധവിമാനങ്ങളും കപ്പലുകളും ഉപയോഗിച്ച് കൂടുതൽ വലിയ സൈനികാഭ്യാസങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഓരോ തവണ തായ്വാൻ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കുമ്പോഴും ചൈന തങ്ങളുടെ ആക്രമണോത്സുകത വർദ്ധിപ്പിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക് മേഖലയിലെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ തായ്വാന്റെ സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. തായ്വാൻ ചൈനയുടെ നിയന്ത്രണത്തിലായതിനാൽ പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ നാവിക മേധാവിത്വത്തിന് അത് വലിയ ഭീഷണിയാകും. അതുകൊണ്ടാണ് തായ്വാൻ റിലേഷൻസ് ആക്ട് പ്രകാരം തായ്വാന് സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ നൽകുമെന്ന് അമേരിക്ക ഉറപ്പു നൽകിയിട്ടുള്ളത്. അംബ്രാസ് ടാങ്കുകളുടെ വിന്യാസം തായ്വാനോടുള്ള അമേരിക്കയുടെ പ്രതിരോധ പ്രതിബദ്ധതയുടെ വ്യക്തമായ തെളിവാണ്. ഇത് ചൈനയ്ക്കുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള താക്കീത് കൂടിയാണ്. ഭൗമരാഷ്ട്രീയ പ്രാധാന്യത്തിന് പുറമെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രധാന കേന്ദ്രമാണ് തായ്വാൻ. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് തായ്വാനിലാണ്. സ്മാർട്ട് ഫോണുകൾ മുതൽ സൂപ്പർ കമ്പ്യൂട്ടറുകളും ആയുധങ്ങളും വരെയുള്ള എല്ലാ ആധുനിക ഉപകരണങ്ങൾക്കും ഈ ചിപ്പുകൾ അത്യാവശ്യമാണ്. തായ്വാൻ കടലിടുക്കിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ആഗോള സാങ്കേതിക വിപണിയെയും വ്യവസായങ്ങളെയും പൂർണ്ണമായും നിശ്ചലമാക്കും. അതിനാൽ തന്നെ ഈ മേഖലയിലെ ചെറിയൊരു അസ്ഥിരത പോലും ലോകമെമ്പാടുമുള്ള വിപണികളിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഭരണത്തിന് കീഴിൽ തായ്വാനെ ചൈനയോട് ചേർക്കുക എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ലക്ഷ്യമായി മാറിയിട്ടുണ്ട്. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ഇതിന് ശ്രമിക്കുമെന്ന് പറയുമ്പോഴും സൈനിക നടപടിയുടെ സാധ്യത അവർ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല.
ചൈനീസ് സൈന്യം തങ്ങളുടെ നാവിക വ്യോമശക്തി സമീപ വർഷങ്ങളിൽ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ തായ്വാന് പരമ്പരാഗത യുദ്ധമുറകൾ മാത്രം പോരാ, മറിച്ച് അമേരിക്കൻ അംബ്രാസ് ടാങ്കുകളെ പോലെയുള്ള വിനാശകാരികളായ അത്യാധുനിക ആയുധങ്ങൾ തന്നെ വേണമെന്ന നിലപാടിലാണ് തായ്പേയ് ഭരണകൂടം. തായ്വാൻ ജനതയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലും ഈ സൈനിക അഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. ചൈനയുടെ ഭീമാകാരമായ സൈന്യത്തിന് മുന്നിൽ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും തങ്ങളെ സംരക്ഷിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ രാജ്യത്തിനുണ്ടെന്നുമുള്ള ബോധ്യം ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്നു. വിദേശ സഹായത്തോടെ തങ്ങളുടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലൂടെ ചൈനയുടെ അധിനിവേശ ചെലവ് വർദ്ധിപ്പിക്കാനാണ് തായ്വാൻ ശ്രമിക്കുന്നത്. അതായത് തായ്വാനെ ആക്രമിച്ചാൽ ചൈനയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന സൈനിക സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരിക്കുമെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു. വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള വാക്പോരുകൾ ഈ സംഭവത്തോടെ കൂടുതൽ കടുക്കാൻ സാധ്യതയുണ്ട്. തായ്വാനിലേക്കുള്ള ആയുധ വിതരണം നിർത്തലാക്കണമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ തായ്വാന്റെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാൻ ആയുധ പിന്തുണ തുടരുമെന്ന നിലപാടിൽ തന്നെയായിരിക്കും അമേരിക്ക. ഈ രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ തായ്വാൻ കടലിടുക്കിലെ സൈനിക വിന്യാസങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അംബ്രാസ് ടാങ്കുകൾക്ക് പുറമെ മറ്റ് പല ആധുനിക മിസൈൽ സംവിധാനങ്ങളും വിമാനങ്ങളും തായ്വാൻ തങ്ങളുടെ പ്രതിരോധ നിരയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിനോട് ചൈന എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. ചൈനീസ് യുദ്ധക്കപ്പലുകൾ തായ്വാൻ അതിർത്തി ലംഘിക്കുന്ന സംഭവങ്ങൾ ഇതിനകം തന്നെ വർദ്ധിച്ചു വരികയാണ്. ഒരു ചെറിയ അശ്രദ്ധയോ തെറ്റിദ്ധാരണയോ പോലും വലിയൊരു യുദ്ധത്തിന് തിരികൊളുത്തിയേക്കാം. ഏഷ്യ പസഫിക് മേഖലയിലെ മറ്റ് രാജ്യങ്ങളായ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ എന്നിവരും ഈ സംഭവ വികാസങ്ങളെ ആശങ്കയോടെയാണ് കാണുന്നത്. തായ്വാനിൽ ഒരു സംഘർഷം ഉണ്ടായാൽ അത് ഈ രാജ്യങ്ങളുടെ സുരക്ഷയെയും വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കും. അതിനാൽ തന്നെ അമേരിക്കയുടെ ഈ ആയുധ പിന്തുണയെയും തായ്വാന്റെ പ്രതിരോധ ശ്രമങ്ങളെയും ഈ രാജ്യങ്ങൾ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ട്. മേഖലയിൽ ചൈനയുടെ ഏകപക്ഷീയമായ ആധിപത്യം തടയേണ്ടത് ഇവരുടെ എല്ലാം ആവശ്യമാണ്. മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾ ലോകത്തെ അശാന്തമാക്കുമ്പോൾ ഇൻഡോ പസഫിക്കിൽ മറ്റൊരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണെന്നതിന്റെ സൂചനയാണ് തായ്വാന്റെ ഈ സൈനിക പ്രകടനം നൽകുന്നത്. അമേരിക്കൻ നിർമ്മിത M1A2 അംബ്രാസ് ടാങ്കുകൾ തായ്വാന്റെ മണ്ണിൽ ഗർജിക്കുമ്പോൾ അത് ബീജിംഗിനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. വൻ ശക്തികളുടെ ഈ ഭൗമരാഷ്ട്രീയ കളിയിൽ തായ്വാൻ കടലിടുക്ക് കൂടുതൽ അപകടകരമായ ഒരു യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.